കേന്ദ്ര സർക്കാർ ജോലി നേടാം 4000 ഒഴിവ്. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ കേരളത്തിൽ PSC വഴിയുള്ള ജോലിയാണ് നമ്മുടെ ചെറുപ്പക്കാർ മിക്കപ്പോഴും ലക്ഷ്യമിടാറുള്ളത്. കേന്ദ്ര സർക്കാരിലെ ധാരാളം തൊഴിലവസരങ്ങളിലേക്ക് മലയാളികളുടെ കണ്ണ് ഇപ്പോഴും അധികം എത്താറില്ല. കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങൾ, സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവിടങ്ങളിലായി 4000-ഓളം ഒഴിവുകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനങ്ങളിലൂടെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കായി തുറന്നിരിക്കുന്നത്. 3003 സെലക്ഷൻ പോസ്റ്റ് ഒഴിവ്, 731 സ്റ്റെനോഗ്രാഫർ അവസരം, 84 ട്രാൻസ്ലേറ്റർ നിയമനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യം സെലക്ഷൻ പോസ്റ്റ് അവസരം നോക്കാം. വിവിധ SSC റീജിയനുകളിലായി 3003 ഒഴിവാണുള്ളത്. ഇതിൽ കേരള കർണാടക റീജിയനിൽ മാത്രം 324 ഒഴിവുണ്ട്. 10ാം ക്ലാസ്, +2, ബിരുദം എന്നിങ്ങനെ വിവിധ യോഗ്യതകളുള്ള തസ്തികകളിൽ ഒഴിവുണ്ട്. ഒഴിവിന്റെയും ഓരോ തസ്തികയുടെയും പ്രായപരിധിയുടെയും വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക. മെയ് 4-നകം ഓൺലൈനായി അപേക്ഷിക്കണം. മെയ് 5 വരെ ഓൺലൈനിൽ ഫീസ് അടയ്ക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നീ വിഷയങ്ങളിലായി 50 വീതം മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉണ്ടാവുക. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി സ്റ്റെനോഗ്രാഫർ വിജ്ഞാപനം പരിശോധിക്കാം. 731 ഒഴിവാണ് ഇപ്പോഴുള്ളത്. എണ്ണത്തിൽ മാറ്റം വരാം. മെയ് 15 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. +2 ജയമാണ് യോഗ്യത. പ്രായപരിധി 18-27. എഴുത്ത് പരീക്ഷയും സ്കിൽ ടെസ്റ്റും വഴിയാണ് തെരഞ്ഞെടുപ്പ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ് എന്നിവയിൽ 50 വീതം മാർക്കിന്റെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ 100 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉണ്ടാവുക. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പണ്ടൊക്കെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ ഉത്തരേന്ത്യയിലേക്ക് പോയിരുന്നത് സ്റ്റെനോഗ്രാഫർ ജോലികൾക്കാണല്ലോ. ഇപ്പോഴും ഈ ജോലിയുടെ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. കേന്ദ്ര സർവീസിൽ സീനിയർ, ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികകളിലേക്കാണ് SSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 84 ഒഴിവാണ് ഇപ്പോഴുള്ളത്. എണ്ണത്തിൽ മാറ്റം വരാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ബിരുദ തലത്തിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ നിർബന്ധമായി പഠിച്ചിരിക്കണം. ട്രാൻസ്ലേഷനിൽ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ കോഴ്സോ വേണമെന്നതും യോഗ്യതാ നിബന്ധനയാണ്. മെയ് 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രായപരിധി 18-30. 2 ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിൽ വിവരണാത്മക പരീക്ഷയാണ്. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.